ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ താരം ഇവനാണ് വെട്ടിൽ അഥവാ ചെല്ലം. ചാടി നടക്കണ പുൽച്ചാടി. കൂടുതലായൊന്നും പറയുന്നില്ല. നമ്മുടെ മനുവേട്ടനൊക്കെ ഇന്നുണ്ട് നമ്മുടെ പ്രാങ്കിലേക്ക്. ഇവിടെ നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളോ? ഇതാരാന്നറിയോ? നിങ്ങളെല്ലാം പാട്ടിടുണ്ടോ? ചെല്ലം ചാടി നടക്കുന്ന പുൽച്ചാടി. ആ പാട്ടിൽ നിങ്ങളെ രസിപ്പിച്ച് കളിപ്പിച്ച പുൽച്ചാടിയുടെ മോനാ. ഇവന്റെ അച്ഛനെ കാണുന്നില്ല. നിങ്ങളാരെല്ലാം കണ്ടായിരുന്നു? എൻ്റെ പെറ്റാ. വീട്ടിൽ ഇവനൊരു അമ്മയുണ്ട്. ഇവന്റെ അമ്മയും അച്ഛനോട് ചെറിയ ഉടക്കായി. ഇവരുടെ തന്ത പണ്ടേ ഭയങ്കര വിഷയം. മുഴു കുടിയനും കൂടെ ഇവരുടെ തന്ത. കുടിയെന്ന് പറഞ്ഞാൽ പോച്ച ഇന്ന ഇങ്ങനെ അമ്മറിഞ്ഞ് നടക്കുവോ. രാവിലെ അച്ഛനും അമ്മയും കൂടെ എന്തോ പറഞ്ഞ ഉടക്കായി ഇവ വാഗമണ്ണിങ്ങി വന്നു. ഇവരുടെ അച്ഛൻ ഇവനെ തപ്പി വന്നു. ഇവരുടെ അച്ഛനെ കണ്ടായിരുന്നോ? എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഒന്ന് നിങ്ങൾ വരുന്ന കടകളിലും എല്ലാം കണ്ടായിരുന്നോ? ഇവരുടെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരച്ച് നടക്കും. കണ്ടിട്ടുണ്ടോ? ചേട്ടൻ കണ്ടിട്ടുണ്ടോ? പുൽച്ചാടിയുടെ ഇവനെ എനിക്ക് ആദ്യം കിട്ടുന്നത് പുൽച്ചാടി. ഇവരുടെ അച്ഛൻ ചകട പോയി. അച്ഛനമ്മ പോയി തുടങ്ങിപ്പോയി. ഇവരുടെ മോനിപ്പോ ഒന്നും കഴിക്കുന്നില്ല. അച്ഛനെ കാണാത്തോണ്ട്. കണ്ടായിരുന്നോ? നിങ്ങൾ വരുന്നവര് കണ്ടായിരുന്നോ? ഭയങ്കര വിഷയമാണ്. എന്റെ അച്ഛനെ കാണുന്നില്ല. ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? എന്റെ അച്ഛനെ ഇതുപോലെ മിസ്സിങ്. ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? എന്റെ അച്ഛനെ ഇവന്റെ അച്ഛനെ കൂടെ ഒരുമിച്ച് കണ്ടുപിടിച്ചു തരാൻ പറ്റും? പിന്നെന്താ പേരെന്താ? ഇത് ഡിക്കു. ഇത് ഇവരുടെ എന്റെ അച്ഛന്റെ പേര് സുനി. അമ്മയുടെ പേര് ശാന്ത. സുനിയുടെ ശാന്തയുടെ അറിയത്തില്ലേ? കണ്ടല്ലേ? സുനിയുടെ ശാന്തയുടെ മോൻ ഡിക്കു കുട്ടന്റെ അച്ഛനെയും അമ്മ പിണങ്ങിയിരിക്കുവോ? ഒന്ന് സെറ്റാക്കി തരുമോ? നിങ്ങളൊക്കെ ഏത് സ്ഥലത്തുള്ള? മലയാറ്റൂര്. അവിടെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കോ ഈ പുൽച്ചാടികളെല്ലാം? അവിടെ ഇങ്ങനെ ഡൈവോഴ്സ് കേസൊക്കെ വക്കീലാണോ? കുടുംബക്കോടതിയിലല്ലേ? എനിക്ക് എന്റെ മാമനും മാമിയും തമ്മിൽ ഉടക്കല്ലേ. ഒന്ന് സെറ്റാക്കി തരുമോ ചേച്ചി? ഫീസ് ഇച്ചിരി കൂടും. എന്റെ കാർഡ് ഞാൻ കൊണ്ടുവന്നില്ല. ചേച്ചിക്ക് തരായിരുന്നു. എന്റെ മാമനും മാമിയും ഭയങ്കര വിഷയം. ഒന്നും പറയണ്ട. മാമി വെള്ളമടിയോ? മാമി വെള്ളമടിയോ? മാമനാണെങ്കിൽ പാവം എന്ന് ഇടിയുള്ളൂ. മാമൻ വെറുത്ത്. ഫാമിലി ഫുള്ള് ഭയങ്കര ട്രാജഡിയാ. എനിക്കൊരു ചേട്ടനുണ്ട്. ആ മുതുകഞ്ചാവ. അവനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കടിച്ചു തിന്നേനെ. കഞ്ചാവ് അടിച്ചിട്ട് എന്റെ ചെറിയ കുൽസിത പ്രവൃത്തികൾ. ഇത് കഞ്ചാവല്ല. കഞ്ചാവ് അടിച്ചിട്ട് അവൻ ഇത് തോന്നും ബിരിയാണി ആയിട്ടൊക്കെ വന്ന് കടിച്ച് തിന്നും. അങ്ങനെ ചില എന്റെയോ നമ്മുടെ കുതിരവട്ടത്തു നിന്നൊക്കെ കറങ്ങി വരും. അവിടെ നിന്നൊക്കെ ഇങ്ങനെ കറങ്ങി വരും. അവിടെ ടച്ച് ചെയ്യുന്നുണ്ട് തോന്നുന്നേ. എന്നെ ഫേസ് ഉണ്ടല്ലേ? കണ്ട ഒരു ഓന്തിന്റെ ലുക്കൊക്കെ ഉണ്ട്. ബ്രോ ചേച്ചി, ഇതെന്റെ പെറ്റ ചേച്ചി. ഡിങ്കുമോന്റെ അച്ഛനെ കാണുന്നില്ല. കണ്ടായിരുന്നോ? ഞങ്ങളെ കൊണ്ടുവന്ന വഴിക്ക് മിസ്സായത് എന്റെ കയ്യിൽ നിന്ന്. കണ്ടായിരുന്നോ? നിങ്ങൾ ആരേലും ചവിട്ട് എടുക്കും എന്തേലും? ചെരുപ്പിന്റെ അടി വല്ലതും ഉണ്ടോ? കണ്ടായിരുന്നോ? ഞാൻ സീരിയസ് ആയിട്ട് വെക്കട്ടാ. നിങ്ങൾ കയ്യിലെ കേട്ടോ? ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. ആ പുൽച്ചാടി എന്ന് പറഞ്ഞ പാട്ട് നിങ്ങളെ രസിപ്പിച്ചതിന്റെ മോനായത്. ആ ഡിങ്കുവിന്റെ അച്ഛൻ സുരേഷ് അണ്ണനാണ് നമ്മുടെ ഈ പാട്ടിലെ പുൽച്ചാടി. മനസ്സിലായി ചേച്ചി? സുരേഷ് അണ്ണന്റെ പുൽച്ചാടി മോനായത്. പുൽച്ചാടി മോനായത്. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ബ്രോ ഒന്ന് സെറ്റാക്കി താ ബ്രോ. അച്ഛനും അമ്മയും തമ്മിൽ സ്ഥിരം വഴക്കായി. അങ്ങനെ ഡിങ്കു മോൻ ഇപ്പൊ ഒറ്റയ്ക്കാ. എന്തോ ബ്രോ എന്തോ ഓൾഡ് ഫാഷൻ എന്ന് ഉദ്ദേശിച്ചു ബ്രോ? എന്ന് പറഞ്ഞാ ബ്രോ എന്തോ ഉദ്ദേശിച്ചു? ഓൾഡ് ഫാഷൻ എന്തിന്റെ ക്ലീശയാ ബ്രോ? ബ്രോ ഇതൊന്ന് സെറ്റാക്കി താ ബ്രോ. പിന്നെ ബ്രോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളോ? നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നേ ഉള്ളോ? ചേച്ചി ഇതെന്താന്നറിയോ? വെട്ടില് ഇവന്റെ തന്ത ഇതിനകത്തുണ്ടായിരുന്നു. ഇത് കണക്കുള്ള ചെറിയ കണ്ണ് നീല ചാടി പോകുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് അവിടെ എവിടെയും നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വരുന്ന എനിക്ക് ഇവന്റെ തന്ത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് ഒളിച്ചോടി പോക്ക. അങ്ങനെ എല്ലായിരുന്നു. കണ്ടായിരുന്നോ? കടയിൽ എവിടെയെങ്കിലും കണ്ടായിരുന്നു? പിന്നെ ഒരു മാമനും കൂടെ ഉണ്ടായിരുന്നു. കണ്ടായിരുന്നു ചേച്ചി? നിങ്ങളിവിടെ കൊറേ നേരം ചേച്ചി വന്നിട്ട്? കൊറേ നേരം ഇപ്പൊ വന്നേ ഉള്ളു ചേച്ചി. ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു. ഇവന്റെ തന്ത ഇതിൽ നിന്ന് ചാടിപ്പോയി ചേച്ചി. കണ്ടായിരുന്നോ? ചെറിയ കണ്ണൊക്കെ ഉള്ള, നീണ്ട മൂക്കുള്ള
ശ്രദ്ധിച്ചായിരുന്നോ? ചേച്ചി ഇങ്ങനെ വെട്ടിലിടക്ക് ഇങ്ങനെ ഇറക്കുന്ന കണ്ടിട്ടില്ലേ? ചേച്ചി കണ്ടില്ലായിരുന്നോ? എന്റെ മാമനെ അടക്കി ഇങ്ങനെ ഒളിച്ചോടുന്ന ചേച്ചി കണ്ടായിരുന്നോ ചേച്ചി? ബ്രോ എന്റെ ഒരു പെറ്റ് ഇവിടെ വെച്ച് മിസ്സായി, കണ്ടായിരുന്നോ? പോന്നുള്ളേ ഈ വെട്ടിലറിയോ? നമ്മുടെ വെട്ടില് ഇങ്ങനെ ഇറക്കുന്ന വെട്ടില് ആ സാധനത്ത് ഇതാണ്ട് ഇവന്റെ തന്തയാണ് കാണാതായത്. കണ്ട് ഇവന്റെ അച്ഛനാ സംഭവം. കിട്ടു കണ്ടായിരുന്നോ ബ്രോ? ബ്രോ ശ്രദ്ധിച്ചത് ഇതൊരു ചെറുതായിട്ട് കണ്ടായിരുന്നോ ബ്രോ? കണ്ടില്ലല്ലേ? ആരും ഇപ്പൊ വന്നോളല്ലേ? ആ ചേച്ചി ഇത് കണ്ടോ ഈ വെട്ടില്? ഇതേ സ്പീഷ്യസ് ഉള്ള ഇവന്റെ മാമൻ ഇതിനകത്തുണ്ടായിരുന്നെ. ചേട്ടാ ഇവന്റെ മാമനെ കണ്ടോ കേട്ടോ? ഇതിന്ന് ചാടിപ്പോയ കണ്ടില്ല? കൊറേ നേരം വന്നിട്ട്. ചേട്ടാ ഇവിടുന്ന് ഇങ്ങനെ വിറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നു വന്നാണ്. കണ്ടായിരുന്നോ ചേച്ചി? കണ്ടായിരുന്നോ ചേച്ചി? എന്നാലും നോക്ക് ചേച്ചി, ചെറിയ ഇതാണൊക്കെയുള്ള. കണ്ടായിരുന്നോ ചേച്ചി? നീ മൂളം കണ്ടായിരുന്നോ? കണ്ടില്ലല്ലേ? ഇനി കേട്ടോ ബ്രോ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളോ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളോ? ബ്രോ ഇവന്റെ അച്ഛനെ കണ്ടായിരുന്നോ ബ്രോ? ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇടയ്ക്ക് ചാടിപ്പോയി. ബ്രോ അച്ഛൻ പണ്ട് ഇങ്ങനെ ഒളിച്ചോട്ടെ. ഒരു മിനിറ്റ് നിൽക്കൂ ബ്രോ. കണ്ടില്ലല്ലോ ബ്രോ? വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മിനിറ്റ് നിൽക്കണേ. പ്രാങ്ക് ഷോസ് ഒക്കെ കാണൂ? പ്രാങ്ക് ഷോസ് കാണൂ? പ്രാങ്ക് ഷോസ് കേൾപ്രാങ്ക് എന്നാണ് യൂട്യൂബ് ചാനൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഒരു പുൽച്ചാടി പ്രാങ്ക് കണ്ടിട്ടുണ്ടോ? ക്യാമറ അവിടെ ഇരിക്കുന്നുണ്ടോ? ആ പുള്ളിക്കാരന്റെ തോളിന്റെ അവിടെ ഇരിക്കുന്നുണ്ടോ? ക്യാമറ ഇരിക്കുന്ന ഒരു ടാറ്റ സന്തോഷായി. നമ്മളെ സബ്സ്ക്രൈബർമാരെ പറ്റിയില്ല. ഒറിജിനൽ ഉണ്ട്. നമുക്കൊരു 58K ഉണ്ട്. കേൾപ്രാങ്ക് എന്ന് പറയും, സെർച്ച് ചെയ്ത് നോക്കിയാൽ. ആ ചേട്ടാ പ്രാങ്ക് ഷോസ് ഒക്കെ കാണും കേട്ടോ? കേൾപ്രാങ്ക് യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടാ. ഒരു വെട്ടൽ പ്രാങ്ക് ഒരു ചാറ്റ് കാണിച്ചേക്കേട്ടാ. ചേച്ചി പ്രാങ്ക് ഷോസ് ആണോ ചേച്ചി? പ്രാങ്ക് ഷോസ് ആണോ? കേൾപ്രാങ്ക് എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. കേൾപ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ക്യാമറ വിട്ടിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് നീ ഇന്നാ കാണാം. കണ്ടോ? ഒരു ചാറ്റ് കാണിച്ചേക്ക് ചാറ്റ്. ഓക്കെ താങ്ക് യു. ഫോട്ടോ എടുക്കാൻ നോക്കി. പ്രാങ്ക് ഷോസ് ഒക്കെ കാണോ? പ്രാങ്ക് ഷോസ് ഒക്കെ കാണോ ബ്രോ? പ്രാങ്ക് ഷോസ് കേൾപ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു വെട്ടിൽ പ്രാങ്ക് എന്ന് ക്യാമറ വിട്ടിരിക്കുന്നുണ്ടോ ബ്രോ? പ്രാങ്ക് ഷോ ആയിരുന്നു ബ്രോ. ഈ ക്ലീശ എന്നൊക്കെ ഉദ്ദേശിച്ചത് എന്താ ബ്രോ? മാനസിക രോഗി എന്നാണോ അതോ വേറെ എന്തെങ്കിലുമാണോ ബ്രോ ഉദ്ദേശിച്ചത്? അതാ ഞാൻ ചോദിച്ചത്, എന്താണ് ബ്രോ ഈ ക്ലീശ? ഇതായിരുന്നു ബ്രോ കേൾപ്രാങ്ക്. ക്യാമറ ഉണ്ടായിരുന്നോ? അതുകൊണ്ട് ഒരാളവിടെ ചാരി നിൽക്കുന്നുണ്ടോ? ഒരാളവിടെ ചാരി ഇരിക്കുന്നുണ്ടോ ബാഗൊക്കെ ഇട്ട്? അല്ല മൈക്കുണ്ട്. അതുകൊണ്ട് ആ ഒരാള് ചാരി ഇരിക്കുന്നുണ്ടോ? അങ്ങോട്ട് നോക്കി. പുള്ളിക്കാരന്റെ തോളി പുള്ളിക്കാരന്റെ തോളിലാണ് ക്യാമറ ഇരിക്കുന്നത്. വെട്ടം അടിക്കുന്നുണ്ട്, കാണുന്നില്ല. അതെ ഒരു ചാറ്റ് കാണിച്ചേക്ക് എന്തായാലും ബ്രോ. പിന്നെ ഈ പ്രാങ്ക് ഷോസ് ഒക്കെ കാണുമോ ബ്രോ? പ്രാങ്ക് ഷോസ് ഈ ഗുലുമാല എന്ന് പറഞ്ഞ പരിപാടിയാണുണ്ടോ? അതല്ല യൂട്യൂബിന്റെ കേൾപ്രാങ്ക് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിന്റെ പ്രാങ്ക് ഷോ ആയിരുന്നു ബ്രോ. ക്യാമറ വിട്ടിരിക്കുന്നുണ്ടോ? ഒരു ചാറ്റ് കാണിച്ചേക്ക് ബ്രോ. ഒരു ചാറ്റ് കാണിച്ചേക്ക്. പ്രാങ്ക് ഷോ ആയിരുന്നു. പ്രാങ്ക് ഷോ അല്ല പ്രാങ്ക് ഷോ ആയിരുന്നു. ഓക്കെ താങ്ക് യു. പ്രാങ്ക് ഷോസ് ആണോ കേട്ടോ? കേൾപ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ക്യാമറ വിട്ടിരിക്കുന്നുണ്ടോ? ഒരു ചാറ്റ് കാണിച്ചേക്ക്. ഒരു ചാറ്റ് കാണിച്ചേക്ക്. ആണ്ട ചേച്ചി ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിക്ക് ചേച്ചി. ആണ്ട ചേച്ചി ക്യാമറ. ചേച്ചി താണ്ടിരിക്കുന്നു തൊട്ട് താഴെ ഇരിക്കുന്നു ചേച്ചി. താണ്ട ചേച്ചി ചേച്ചി ക്യാമറ. അതെന്നെ ക്യാമറ. ഓക്കെ ചേച്ചി. പേടിച്ചോയോ? പ്രാങ്ക് ഷോസ് ആണോ ബ്രോ? കേൾപ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ പ്രാങ്ക് ഷോ ആയിരുന്നു ബ്രോ. ക്യാമറ വിട്ടിരിക്കുന്നുണ്ട്. ചാറ്റ് കാണിച്ചിട്ട് പോകും ബ്രോ. ചാറ്റ് കാണിച്ചിട്ട് പോകും. വെറുതെ വന്നല്ലേ ഒരു ചാറ്റ് കാണിച്ചിട്ട് പോകും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വെട്ടിൽ പ്രാങ്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നമ്മൾ സാധാരണ ചെറിയ ലൊക്കാലിറ്റികളുടെ നമ്മൾ കുറച്ച് ബിഗ് അടിപൊളി നല്ല സെറ്റപ്പ്. ഇതിപ്പോൾ നമ്മൾ വാഗമൺ പൈൻ ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ലൊക്കേഷൻ എത്താൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മനുച്ചേട്ടായി സംഭവം. വില്ലേജ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള നമ്മുടെ ബെഡേ കമ്പനിക്കാരനാണ്. CCOK എന്നാണ് നമ്മൾ കമ്പനി ആയത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ നമ്മൾ കാണാൻ വന്ന് നമ്മുടെ അടുത്തൊരു സുഹൃത്തോടെ ആണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു സന്തോഷം നമ്മൾ മനുച്ചേട്ടായി ഹാപ്പി അല്ലേ? ചേട്ടായി കുറെ നാളായിട്ട് നമ്മുടെ പ്രാങ്ക് കാണണമെന്ന് ചേട്ടായി പറയും. കണ്ടില്ലേ? സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പോൾ ഇനിയും ചേട്ടായുടെ
ഇനി 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ മില്യൺസ് ആൻഡ് മില്യൺസ് അടിക്കട്ടെ, പറക്കട്ടെ. നല്ല വെറൈറ്റി ചാനലാണ്, വെറൈറ്റി സംഭവങ്ങൾ. തെങ്ങിൻ്റെ പുള്ളിക്കാരൻ ചില പറഞ്ഞാൽ മനസ്സിലാവും. പനയുടെ മണ്ട കയറിന്ന് കള്ളി എത്തിയ ആളുണ്ട്, അതിൻ്റെ വ്ളോഗ് ചെയ്ത ആളാണ്. ചിലപ്പോൾ അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ ഇന്ന് വാഗമണ്ണ് ഒരു വെറൈറ്റി പ്രാങ്ക് തന്നെയാണ് ഇത്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാനിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗൈസ്, ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.